ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ്. നമ്മളതിന് കുറേ പരിപാവനതയും പവിത്രതയും എല്ലാം കൊടുത്തിട്ടുണ്ട്. സിൻസിയറായിട്ടുള്ള വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വളരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പാരൻറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യും, വീട്ടിലേക്ക് കൊടുക്കുന്ന ടൈം അഫക്റ്റ് ചെയ്യും, പ്രോപ്പറായിട്ട് പാരൻറ്റിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഹായ്, ഇത് ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമുക്കിന്ന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എങ്ങനെ ഡീൽ ചെയ്യാമെന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം ഇപ്പോൾ ഒരുപാട് കോമൺ ആയിട്ട് വളരെയധികം ക്ലയൻസ് ആണെങ്കിലും ഒരുപാട് എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത് കോമൺ ആയ പോലെയുള്ളൊരു അവസ്ഥയുണ്ട്, പക്ഷേ അതൊരു പെയിൻഫുൾ റിയാലിറ്റിയാണ്. അത് സിൻസിയറായിട്ടുള്ള വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വളരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ഇതിനകത്ത് നമ്മളൊരു മാരേജിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്, വിശ്വസ്തയോടെ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള ഒരു കോൺട്രാക്റ്റോട് കൂടിയാണ് ഇതിനകത്ത് പറ്റുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞ് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറയുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിൽ. ഇപ്പം നിലവിൽ ഒരു കഴിഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇതിലല്ല പറയുന്നത്, ഇനി അങ്ങോട്ട് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന, ഇപ്പം മുന്നോട്ട് പോകേണ്ട ആൾക്കാരുടെ ഒരു ഇതിൽ പറയുമ്പം അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഏതൊരു ജോയിൻറ്റ് വെഞ്ചർ തുടങ്ങുമ്പോഴും, ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോഴും, ഒരു കമ്പനി എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പരസ്പരം വിശ്വാസമാണല്ലോ. ഇയാൾ നമ്മളെ ചതിക്കില്ല, അല്ലെങ്കിൽ ഇയാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, ത്രൂ തിക്ക് ആൻഡ് തിൻ, അങ്ങനെ പരസ്പരം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ആ കമ്പനി ആണെങ്കിൽ കമ്പനി, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ്. നമ്മളതിന് കുറേ പരിപാവനതയും പവിത്രതയും എല്ലാം കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി റിലീജിയൻ അതിന് ഭയങ്കര ഒരു ഗോഡ്ലി ആയിട്ടുള്ള ഒരു രീതിയിലാണല്ലോ നോക്കിക്കാണുന്നത്. പക്ഷേ ഇപ്പം ട്രയൽ ആൻഡ് എറർ ആയിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഹിസ്റ്ററിയിൽ നോക്കുമ്പം യുഗങ്ങളായിട്ട് ഫോം ചെയ്ത് വരുന്നതാണ് ഈ മാരേജ് വന്നത്. അത് കുറേ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വളരാനായിട്ട് അവർക്ക് സേഫായിട്ട് വളരാനൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് നല്ലൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണത്. പക്ഷേ അത് പലതും ഒരു നരകം പോലെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ, വളരെ ഫൈറ്റ്സും കാര്യങ്ങളും വഴക്കും പ്രശ്നവും. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരാളാണ് പാർട്ട്ണറിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ മറ്റേ ആൾ എന്ത് ചെയ്യാൻ സാധിക്കും? പാരൻറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യും, വീട്ടിലേക്ക് കൊടുക്കുന്ന ടൈം അഫക്റ്റ് ചെയ്യും, പ്രോപ്പറായിട്ട് പാരൻറ്റിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. തമ്മിലുള്ള ബോണ്ടിങ്ങിനെ അത് ബാധിക്കും, അത് കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഹാർമണിയെ അത് ബാധിക്കും. അപ്പോൾ അതിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഷോക്കായിട്ടിരിക്കാതെ അത് മനസ്സിലാക്കി ഒരുപാട് ഫൈറ്റ് ചെയ്ത് ബഹളം വെച്ച് പൊട്ടിത്തെറിച്ച് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിന് റിസൾട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊന്ന് റിപ്പൻറ്റ് ചെയ്ത് രണ്ടാമതും ഇത് വർക്ക് ചെയ്യുമോ എന്ന് നോക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ എന്ന് നോക്കുക. എനിക്കൊന്ന് സംസാരിക്കാം, ഒരു കാര്യം പറയാനുണ്ട്, പൊട്ടിത്തെറിക്കാതെ അത് പറയാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ നോക്കുക. അത് പറഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തുറന്നു പറയുക. അപ്പോൾ അതിനകത്ത് എന്താണ് ഓപ്പോസിറ്റുള്ള ആളുടെ റെസ്പോൺസ് നോക്കുക. അയാൾക്കത് കറക്ഷൻ തയ്യാറാണോ, അയാളില്ല അതിൽ നിന്ന് ഇനി പിന്മാറി അതങ്ങനെ ജീവിക്കാൻ അയാൾ തയ്യാറുണ്ടെങ്കിൽ ഓക്കെ ആൻഡ് ഫൈൻ. അല്ലെങ്കിൽ പിന്നെയും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ സഹായത്തോടു കൂടിയോ ഒരു സെഷനൊക്കെ എടുത്ത് നോക്കുക. എങ്ങനെയുണ്ട് മുന്നോട്ട് പോകാം, പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക. അപ്പോൾ അതിനും ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരും. കുട്ടികളുടെ കാര്യം എല്ലാം കൂടി ഓർത്തിട്ട് അത് മാനേജ് ചെയ്ത് പോകും. ഇപ്പോൾ രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും ചില കറക്ഷൻസ് ചെയ്യാനുണ്ടായിരിക്കും ഇതിനകത്ത്. ചിലപ്പോൾ പാർട്ടിസിപ്പൻസ് രണ്ട് പേരുടെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരിക്കും, ചില ബിഹേവിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്തതുണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി, മുൻവിധി ഇല്ലാതെ മനസ്സിലാക്കി തിരുത്താൻ പറ്റുന്നത് തിരുത്തി മുന്നോട്ട് പോകാൻ സന്നദ്ധമാണെങ്കിൽ ഇതെല്ലാം കൊണ്ടുപോകാൻ സാധിക്കും. അല്ല എങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾക്ക്
സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഉചിതമായ തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. എങ്ങനെ നോക്കിയിട്ടും ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉചിതമായ തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ ചില ആൾക്കാർ ഇപ്പം പറയുന്നുണ്ട് വി ആർ ഇൻ ഓപ്പൺ റിലേഷൻഷിപ്പ്, മാരേജ് ചെയ്തിട്ടുണ്ട്, വേറെ പാർട്ട്നേഴ്സിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ക്ലയൻസിന് എൻ്റെ അടുത്ത് തന്നെ അങ്ങനത്തെ അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ പ്രതികൂലമായിട്ട് അത് ബാധിക്കും. ഓരോ ആൾക്കാരും അങ്ങനെ ഓപ്പൺ റിലേഷൻഷിപ്പിലേക്ക് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആര് നോക്കും? അവരുടെ അപ്ബ്രിങ്ങിങ്, അവരുടെ വളർത്തേണ്ട, ഗൈഡ് ചെയ്യേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോയാൽ, അപ്പോൾ അതുകൊണ്ട് തൊട്ട് വന്നു കഴിഞ്ഞാൽ അവരെല്ലാ റെസ്പോൺസിബിലിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അല്ലാത്തവർ ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞു മക്കളെ വളർത്തണം, അവരുടെ കൂടെ നിൽക്കണം, വർഷങ്ങളോളം അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനകത്ത് രണ്ടു പേർക്കും അങ്ങനെ പറ്റുന്ന രണ്ടാൾക്കാരാണ് അതിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ തന്നെ ഓപ്പണായിട്ട് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അവരൊരു മീറ്റിംഗ് വെച്ച് അവർ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിരിയാമെന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാതെ തന്നെ സൗഹാർദ്ദപരമായിട്ട് പിരിയുന്നു. അപ്പം അവർക്ക് ഒന്നിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അവർ ഒരുമിച്ച് ഡിസിഷൻ എടുക്കുന്നു. ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ നാട്ടിൽ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇപ്പം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെപ്പറേഷൻ്റെ കാര്യമൊക്കെ വരുമ്പോഴേക്കും പരസ്പരം ചെളി വാരി എറിഞ്ഞ് വളരെ പ്രശ്നം, വീട്ടുകാരും നാട്ടുകാരും എല്ലാം അതിനകത്തോട്ട് വന്ന് ഇനിയൊന്ന് ചെയ്യാനും പറയാനുമുള്ള വ്യക്തിഹത്യയുടെ അങ്ങേയറ്റം കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതല്ല, എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, US-ലുള്ളൊരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇതുപോലെ അവരുടെ നെയ്ബറായിട്ടുള്ള ഡൈവേഴ്സായ അവിടുത്തെ സിറ്റിസണിൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അത് ഇതേപോലത്തെ ഡൈവേഴ്സ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾക്ക് എന്തോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ വരുന്നത്. പെട്ടെന്ന് ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ വൈഫിനെ വിളിക്കുന്നു, വൈഫ് പെട്ടെന്ന് വരുന്നു, എവിടെന്നോ വരുന്നു, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യം ചിലപ്പോൾ പാർട്ട്ണർ തന്നെ മുൻ പാർട്ട്ണറിനെ വിളിച്ച് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. ഇവർ അങ്ങനെ ഒരു ഫ്രണ്ട്ലി, അതായത് ശത്രുവിനെ പോലെ ഒരു മനുഷ്യനാണ്, ഒരുമിച്ച് അവർ ജീവിച്ചിരുന്നു, കുറേ നല്ല ടൈമും ബാഡ് ടൈമൊക്കെ ഷെയർ ചെയ്തിരുന്നു, എന്നാലും മനുഷ്യനാണ്, ഒരാവശ്യത്തിന് ഹെൽപ്പ് വേണം, അത് ഞാൻ ചെയ്തു കൊടുക്കും, ആ രീതിയിലൊക്കെ മൂവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ഇതാണെങ്കിലും പറ്റുന്ന രീതിയിൽ അത് നന്നായിട്ട് പോകാൻ നോക്കുക. അത് പറഞ്ഞ് ആ എക്സ്ട്രാ മാരിറ്റൽ അങ്ങനെ കാര്യം അതിൽ നിന്ന് പിന്മാറുക. ഒരു ട്രസ്റ്റ് ആവശ്യമാണല്ലോ ഒരു ജോയിൻറ്റ് വെഞ്ചറിന്. അത് പറ്റുന്നില്ല എങ്കിൽ അതിനകത്ത് ഉചിതമായ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇമോഷണലായിട്ടിരിക്കുമ്പം റാഷണൽ ആൻഡ് ലോജിക്കൽ തിങ്കിങ് അത്ര വർക്കാവില്ല. ആ തീരുമാനങ്ങളും ആ സംസാരവും ഒക്കെ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഹാപ്പി ലൈഫ്.